ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന, പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ഈ സൊസൈറ്റി പെർഫെക്ഷനിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് ഒരു കുഞ്ഞു ഫോട്ടോ എടുക്കുന്ന കാര്യം മുതൽ, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ പെർഫെക്റ്റ് ക്ലിക്ക്. ഒരു പെർഫെക്റ്റ് ക്ലിക്ക് ആയിരിക്കണം. ജോലി കിട്ടുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ജോബ് ആയിരിക്കണം. ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് പാർട്ട്ണർ ആയിരിക്കണം. പെർഫെക്റ്റ് മാരേജ് ആയിരിക്കണം. സമയമാണെങ്കിൽ പെർഫെക്റ്റ് ടൈം ആയിരിക്കണം. ഇങ്ങനെ എന്തിലും ഏതിലും പെർഫെക്ഷൻ, പൂർണ്ണത ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഇങ്ങനെ പെർഫെക്ഷൻ ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് എന്നുള്ളതിനെക്കുറിച്ചും, ആക്ച്വലി നമ്മൾ പെർഫെക്ഷനേക്കാൾ കൂടുതലായിട്ട് പ്രോഗ്രസ് ഓർ പുരോഗതിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ് അല്ലേ, ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ പെർഫെക്റ്റ് പാർട്ട്ണറെ നമുക്ക് കിട്ടണം. ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളോട് ഒരിക്കലും, ഇത് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ തെറ്റു വരുത്തിക്കോ, നമുക്കത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം എന്ന് പറയാറില്ല. ചെറുപ്പത്തിൽ തെറ്റുകൾ വരുത്താതെ എഴുതാനും തെറ്റുകൾ വരുത്താതെ പഠിക്കാനുമാണ് നമ്മളെ നമ്മുടെ പാരൻസും നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് മാർക്ക് വരും അല്ലേ. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കാര്യമായാലും തെറ്റൊന്നും വരുത്താതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. ആക്ച്വലി നമ്മൾ പെർഫെക്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തിലാണ്? ടു ഗെറ്റ് തിങ്സ് റൈറ്റ്. കാര്യം ശരിയാവുന്നതിൽ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും കാര്യം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് രീതിയിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി വളരെ ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യാണ്. അത് ഒരു പക്ഷേ നമുക്ക് മീറ്റ് ചെയ്യാനേ സാധിക്കാത്ത അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ നമ്മൾ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. അത് എത്താൻ സാധിക്കാതെ വരുമ്പോൾ ഒരുപാട് നിരാശ തോന്നും. ഒരിക്കലും തെറ്റുപറ്റാതെ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് തോന്നും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു തോൽവിയായിട്ട്, ഞാൻ അവിടെ തോറ്റുപോയി അല്ലെങ്കിൽ ഞാനൊരു പരാജയമായി മാറി എന്ന് നമുക്ക് തോന്നും. സോ ഒരു വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഈ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത്. കാരണം ഒരാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് മറ്റേ ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. കാരണം അത് വളരെ സബ്ജക്റ്റീവാണ്. നമ്മൾ ശരിയും തെറ്റും ഓരോരുത്തർക്കും വ്യത്യാസമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് ഫോർ ഗെറ്റിംഗ് തിങ്സ് ബെറ്റർ. നമ്മൾ മുൻപ് ചെയ്തതിനേക്കാൾ ഇംപ്രൂവ് ചെയ്തോ നന്നായി ചെയ്യാൻ സാധിച്ചോ എന്നുള്ളത് ശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു വലിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താൻ ശ്രമിച്ച് നിരാശപ്പെടുന്നതിനേക്കാൾ, എത്തിക്കഴിഞ്ഞാലും ഒരു പക്ഷേ സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തതിനേക്കാൾ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ടാണ് പെർഫെക്ഷനിസം ആൻഡ് പ്രോഗ്രസ് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രോഗ്രസ്സിനാണ് എന്ന് പറയുന്നത്. പുരോഗതിക്കാണ് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ പെർഫെക്ഷനിസത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഫിയർ ആണ്. മറ്റുള്ളവരെന്നെ ജഡ്ജ് ചെയ്യോ ഞാൻ ചെയ്യുന്ന കാര്യത്തെ, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോവോ, ഫിയർ ഓഫ് ഫെയിലിയർ, ഞാൻ തെറ്റുവരുത്തിയാൽ മറ്റുള്ളവരെന്നെ കളിയാക്കുവോ, ഇങ്ങനെയുള്ള ഒരുപാട് തരം പേടികൾ കൊണ്ടാണ്. ഫിയർ ഓഫ് ഫെയിലിയർ ആവാം, ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് ആവാം, ഫിയർ ഓഫ് മേക്കിംഗ് എ മിസ്റ്റേക്ക് ആവാം, ഫിയർ ഓഫ് ലൂസിങ് സംവൺസ് ലവ് ആവാം. ഇങ്ങനെയുള്ള പലതരം പേടികൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആളുകൾ തന്നെയുണ്ട് അല്ലേ. എന്ത് കാര്യവും അവർക്ക് പെർഫെക്റ്റ് ആയാലേ പറ്റൂ. സോ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു തരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഞാൻ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഞാൻ എത്തിയോ എന്നുള്ള ഒരു നിരാശയും ടെൻഷനും പേടിയും ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ എത്രയധികം നന്നായി ചെയ്താലും ഇങ്ങനെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അതിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ചെയ്ത കാര്യം വളരെ നല്ലതായിരിക്കും, സ്റ്റിൽ ദേ വിൽ നോട്ട് ബി ഫീലിംഗ് ഗുഡ്, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി ഫീലിംഗ് എക്സൈറ്റഡ്. അവർക്ക് തന്നെ സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ട്രൈങ് ടു ബി ബെറ്റർ ആൻഡ് ട്രൈങ് ടു ബി പെർഫെക്റ്റ് എന്നുള്ളത് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. എപ്പോഴും ട്രൈങ് ടു ബി ബെറ്റർ എന്നുള്ളത് നല്ലത് തന്നെയാണ്. ട്രൈങ് ടു ഇംപ്രൂവ് അവർ സെൽഫ് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരു പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. സോ എപ്പോഴും ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. കാരണം
ഏത് ലെവലിലെത്തിയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ പുതിയത് ട്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിസ്ക് എടുക്കാനായിട്ട് കുറച്ച് മടിക്കും. അങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയില്ലെങ്കിലോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം ചെയ്ത് നോക്കിയാൽ അത് നന്നായില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. എപ്പോഴും ഒരു സെൽഫ് ക്രിറ്റിസിസം ചെയ്യുന്ന ആളുകളായിരിക്കും ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും. ഇനി അതേസമയം നമ്മൾ പ്രോഗ്രസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ, പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ മൂവ് ഫോർവേഡ് എന്നാണ് അല്ലേ, പുരോഗതി എന്നാണ് പ്രോഗ്രസ് എന്നതിൻ്റെ മലയാളം വാക്ക്. സോ ഇഫ് വി ആർ മൂവിങ് ഫോർവേഡ്, നമ്മൾ ഇന്നലത്തേക്കാൾ നന്നായി ഇന്ന് ചെയ്തെങ്കിൽ, നമുക്ക് ഇന്നലത്തേക്കാൾ കൂടുതൽ നല്ല റിസൾട്ട് ഇന്ന് കിട്ടിയെങ്കിൽ, നമ്മൾ ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി ഇന്ന് മാറിയെങ്കിൽ അത് പ്രോഗ്രസ് ആണ്. സോ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടില്ല. ഇഫ് വി ആർ മൂവിങ് ഫോർവേഡ് ദെൻ വി ആർ മേക്കിംഗ് പ്രോഗ്രസ്. സോ പ്രോഗ്രസ് എന്നുള്ളത് ആക്ച്വലി മെഷർ ചെയ്യാൻ കൂടി നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പെർഫെക്റ്റ് ആവുക എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കില്ല, വെദർ ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഓർ നോട്ട് എന്നുള്ളത്. പക്ഷേ പ്രോഗ്രസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ പ്രോഗ്രസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ്. നമ്മൾ ചെയ്ത കാര്യം നന്നായി ചെയ്തോ, നമ്മൾ ഇംപ്രൂവ് ചെയ്തോ, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി സൃഷ്ടിച്ചോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്തോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രോഗ്രസ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ പെർഫെക്ഷൻ, ഇഫ് വി ആർ ഫോക്കസിങ് ഓൺ പ്രോഗ്രസ്, നമ്മുടെ ജീവിതം ഒരുപാട് സിമ്പിളായി മാറും, ഈസി ആയി മാറും, എൻജോയബിൾ ആയി മാറും. സോ പ്രോഗ്രസ് എപ്പോഴും നമ്മളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. പെർഫെക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗേ ഉണ്ടാവില്ല, നമുക്ക് ഒരിക്കലും മോട്ടിവേറ്റഡ് ആവാനായിട്ട് സാധിക്കില്ല. പക്ഷേ പ്രോഗ്രസ് എന്നുള്ള കാര്യം നമ്മളെ കൂടുതൽ കൂടുതൽ മൂവ് ചെയ്യാനായിട്ട്, ജീവിതത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് എക്സൈറ്റഡ് ആവാനും ഒരുപാട് കോൺഫിഡൻസ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്കതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ളത്. പക്ഷേ നമ്മൾ പെർഫെക്ഷൻ്റെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ, തെറ്റുപറ്റുമ്പോൾ ഒരിക്കലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പെർഫെക്റ്റ് ആവാനുള്ള ചാൻസ് ആണ് നമുക്കവിടെ നഷ്ടമാവുന്നത്. അതേസമയം നമ്മൾ പ്രോഗ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ തെറ്റും നമുക്ക് കറക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ട്രൈങ് ടു ബി പെർഫെക്റ്റ് എന്നുള്ളത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന്, നമ്മുടെ നേട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ട്രൈങ് ടു മേക്ക് പ്രോഗ്രസ് എന്നുള്ളത് നമ്മളെ കൂടുതൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും നല്ലൊരു പേഴ്സണായി മാറാനും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നലത്തേക്കാൾ നന്നായി ഇന്ന് പെർഫോം ചെയ്യുന്നുണ്ടോ, ഇന്നലത്തേക്കാൾ നല്ല ഔട്ട്പുട്ട് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ഗോൾസിലേക്ക് ഓരോ ദിവസവും കൂടുതലായിട്ട് അടുപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ആർ ഫോക്കസിങ് ഓൺ പ്രോഗ്രസ്. അതേസമയം നിങ്ങൾ വലിയ വലിയ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത്, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ച് അത് എത്താതെ ടെൻഷൻ അടിച്ചും എത്തുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഫീൽ ചെയ്തും ജീവിക്കുന്നതിനേക്കാൾ എപ്പോഴും ട്രൈ ടു ഫോക്കസ് ഓൺ പ്രോഗ്രസ്, നോട്ട് ഓൺ പെർഫെക്ഷൻ. സോ എപ്പോഴും ട്രൈ ടു ബി ബെറ്റർ, നോട്ട് ടു ബി പെർഫെക്റ്റ്. Try to move forward in life. Try to identify the actions that will help you achieve your goals. Try to get better day by day. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് പെർഫെക്ഷൻ ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ് എന്നുള്ളത്. സോ ഓൾവേസ് സ്ട്രൈവ് ഫോർ പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം.